റോസപ്പൂവ്. ഒരിക്കൽ ഒരു മരുഭൂമിയിൽ ഒരു ജീവൻ പോലും നിലനിൽക്കാൻ പറ്റാത്തടത്ത് ഒരത്ഭുതം സംഭവിച്ചു. സുന്ദരമായ ചെറിയൊരു റോസപ്പൂ വളർന്നു. അതൊരു ചെറിയ മൊട്ടായിരുന്നു. അത് വളർന്ന് ഒരു ചെറിയ പൂവായി മാറി. ഇനിയും അതിന്റെ മുഴുവൻ ഇതളുകൾ വരാൻ ബാക്കിയുണ്ടായിരുന്നു. എന്നാലും അതാരും കണ്ടതിൽ ഏറ്റവും സുന്ദരമായ കാര്യമായിരുന്നു. ആ പൂവിന്റെ അടുത്ത് തന്നെയായിട്ട് 2 കാക്ടസ് വളർന്നു. അവരുടെ പേരായിരുന്നു ടെഡും മോസും. ടെഡ് ഒരു ചെറിയ കാക്ടസ് ആയിരുന്നു. മോസ് പൊക്കമുള്ള കാക്ടസ് ആയിരുന്നു. അവർക്ക് അവരുടെ സ്വന്തമായ ആകൃതി ഉണ്ടായിരുന്നു. അവർക്കൊരു റോസപ്പൂ അവരുടെ നടുക്കുണ്ടായതുകൊണ്ട് വളരെ സന്തോഷമായിരുന്നു. എന്താ ഒരു മായാജാലമല്ലേ ഒരു റോസാപ്പൂ നമ്മുടെ നടുക്കായി വളർന്നതിൽ. അതെ, തീർച്ചയായും ടെഡ്, തീർച്ചയായും. ഒരു നിമിഷം, നമ്മൾ എന്തേ ഇവിടെ മാജിക് എന്ന് പേരിട്ടൂടാ? അതൊരു നല്ല പേരാണല്ലോ, മാജിക്. അങ്ങനെ ആ സുന്ദരിയായ റോസപ്പൂവിന് മാജിക് എന്ന് പേരിട്ടു. മാജിക് ഒരു സാധാരണ റോസപ്പൂ അല്ലായിരുന്നു. ഈ കാര്യം ആ 2 കാക്ടസിനും നല്ലപോലെ അറിയാമായിരുന്നു. അവൾ മറ്റു സാധാരണ പൂവിനേക്കാളും വളരെ പതുക്കെ വളരുകയായിരുന്നു. ടെഡും മോസിനും സന്തോഷം വർദ്ധിപ്പിക്കാനായി അവൾ അവിടെ കുറേ കാലങ്ങൾ കാണുമായിരുന്നു. കുഞ്ഞായിരുന്നിട്ടും മാജിക് വളരെ കുസൃതിയുള്ളവളായിരുന്നു. അവൾ മോസിനെ നുള്ളിയിട്ട് ടെഡിന്റെ മുകളിൽ പഴിചാരുമായിരുന്നു. ഓ, ഇനി നീ മതിയാക്ക് ടെഡ്, ഇത് പഴയ കളിയാണ്. എന്ത് കളി? ഞാൻ എന്റെ ഉള്ളിൽ വെള്ളം ശേഖരിച്ചു കൊടുക്കുന്ന കാര്യമാണോ പറഞ്ഞത്? അതൊരു കളിയല്ല മോനെ, അങ്ങനെയാണ് ജീവിതം. ഉള്ളിലെ സ്വന്തം വെള്ളം കുടിക്കുക, അതാണ് കാര്യം. യാക്ക്, അതെന്തൊരു വൃത്തികേടാണ്. നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ, എന്നോട് പറയണ്ട. എന്നെ ഞുള്ളുകയും ചെയ്യരുത്. നിന്നെ ഞുള്ളിയെന്നോ? എന്റെ ദൈവമേ, നീ വീണ്ടും കണ്ണ് തുറന്ന് കിടന്നു ഉറങ്ങിയോ? നീ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട. ഞാൻ തളർന്നപ്പോൾ അതൊരു പ്രശ്നം സംഭവിച്ചു പോയി. അതെ അതെ, എന്താണ് താങ്കൾ തളർന്നത്? ഈ മരുഭൂമിയുടെ നടുക്ക് നിന്നത് കൊണ്ടാണോ? നീ എന്തുകൊണ്ടൊന്ന് പോയി ചുറ്റിക്കറങ്ങി വരാത്തത്? നിന്റെ വേരുക്കൾ, നിന്റെ രീതികൾ. നീ എന്നെ ഞുള്ളാതിരുന്നാൽ മാത്രം മതി, കേട്ടോ? ഞാൻ നിന്നെ ഞുള്ളിയില്ല. കണ്ണ് തുറന്നുകൊണ്ട് സ്വപ്നം കാണുന്നത് നിർത്തൂ. കാക്ടസുകൾ മണിക്കൂറുകളോളം അതിനെ ചൊല്ലി തർക്കിക്കുമായിരുന്നു. അവരിൽ ആരും ഒരിക്കലും ആ ചെറിയ പാവത്താനായ റോസപ്പൂവിനെ പഴിക്കാറില്ല. ടെഡും മോസും കാക്ടസ് ആയതിനാൽ അവരിൽ കുറേ വെള്ളം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും മാജിക്കിന് വെള്ളം കൊടുത്തു അവളെ ആരോഗ്യവതിയാക്കി വെക്കും. അവർ 2 പേരും മാജിക്കിനെ ശുശ്രൂഷിച്ചിരുന്നു. അതിനാൽ അവളോട് ഒരിക്കലും പറഞ്ഞില്ലായിരുന്നു അവൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന്. മാസങ്ങൾ കടന്നുപോയി. മാജിക് വളർന്നു വലുതായി. അവൾ വലുതായി ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ പൂവായി മാറി. അവക്ക് എന്തു സുന്ദരമായ ഇതളുകൾ ഉണ്ടായിരുന്നു, അതും നല്ല കടും ചുവന്ന നിറത്തിൽ. അതിശയപൂർവ്വം അവൾ ടെഡിനേക്കാളും പൊക്കം വെച്ചു. പക്ഷെ മോസിനേക്കാളും ഇപ്പോഴും ചെറുതായിരുന്നു. 2 കാക്ടസുകളും മാജിക്കിന്മേൽ അഭിമാനം കൊണ്ടു. അവളുടെ വേരുകൾ മണ്ണിനടിയിൽ പടർന്നു. ഭൂമിക്ക് മുകളിൽ അവളെ നല്ലപോലെ താങ്ങിപ്പിടിച്ചു. മോസ് അവൾക്ക് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ വെള്ളം നൽകുമായിരുന്നു. ടെഡ് അവന്റെ മനസ്സ് നിറഞ്ഞ് അവൾക്ക് ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കൊടുക്കുമായിരുന്നു. ഒന്നും മാറിയില്ലായിരുന്നു. അവൾ അവളുടെ 2 കൂട്ടുകാരെയും സ്നേഹിച്ചിരുന്നു. മാസങ്ങൾ കടന്നുപോയി. അവസാനം ആ മരുഭൂമിയിൽ ഒരു സഞ്ചാരി വന്നു. അവൻ ഒട്ടകത്തിന്മേലെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയായിരുന്നു. എന്ത്? റോസാപ്പൂവോ? മരുഭൂമിയിലോ? ഇത് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മായാജാലവും സുന്ദരവുമായ കാര്യമാണ്. ആ സഞ്ചാരി അടുത്തിയെന്ന് ആ പൂവിനെ ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് അവനൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് മാജിക്കിന്റെ മുന്നിൽ വെച്ചു. നിനക്ക് നല്ല ദാഹമുണ്ടായിരിക്കും അല്ലേ ചെറിയ പൂവേ? നിൽക്കൂ, എന്റെ ചെറിയ സ്പ്രേ കണ്ടുപിടിക്കട്ടെ. നിന്നെ കുളിപ്പിക്കേണ്ട സമയമായി. പക്ഷെ മാജിക്ക് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. അവൾ പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിൽ ഉള്ളതിനെ കണ്ട് അവൾ അമ്പരന്നു പോയിരുന്നു. അത് അവളുടെ തന്നെ നിഴലായിരുന്നു. ഞാൻ സത്യത്തിൽ ഏറ്റവും സുന്ദരമായ പൂവാണല്ലോ. കണ്ടോ ഞാൻ നേരെ നീണ്ടു നിൽക്കുന്നത്? ഓ, കടും ചുവന്ന നിറം, ആ കട്ടിയുള്ള ഇതളുകൾ,
എന്നെ കാണാൻ എന്ത് രസമാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ടെഡിനെയും മോസിനെയും പോലെയാണ് കാണാനെന്ന്. ഞാൻ വിചാരിച്ചു എനിക്ക് അവരുടെ ആവശ്യമുണ്ടെന്ന്. അവർക്ക് എന്നെയാണ് ആവശ്യം. ഞാനാണ് അവരെ സുന്ദരമാക്കുന്നത്. സഞ്ചാരിക്ക് അവന്റെ സ്പ്രേ കിട്ടി. അതിനെ വെള്ളത്തിൽ മുക്കി അവൻ മാജിക്കിന്റെ മുകളിൽ തളിച്ചു തുള്ളികളായി. ആ തുള്ളികൾ മാജിക്കിനെ കൂടുതൽ സുന്ദരിയാക്കി. ഓ, എന്തേ എന്നെ നിങ്ങൾ കണ്ടോ? ഈ പൂ വളരെ സുന്ദരമാണ്. ഓ, വളരെ നന്ദി അപരിചിത. എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇതിനെ പറിച്ച് എന്റെ കൂടെ കൊണ്ടുപോയാൽ ഇതിനു വേണ്ടി എനിക്ക് നല്ല പണം കിട്ടുമെന്ന്. ഇതിന് നഗരം കാണാൻ വളരെ ആഗ്രഹം കാണും, ഇല്ലേ? നഗരമോ? തീർച്ചയായും എനിക്ക് നഗരം കാണാൻ ആഗ്രഹമുണ്ട്. ഓ, നിന്റെ കമ്പിൽ എന്താണ് ഈ ഒരു പാട്? അത് ഈ കാക്ടസുകളായിരിക്കും. നിന്റെ യഥാർത്ഥ സ്ഥലം പൂന്തോട്ടത്തിലാണ്. സുരക്ഷിതമായി എല്ലാവർക്കും നിന്നെ കാണാനായി. സഞ്ചാരിക്ക് മനസ്സിലായില്ല ആ പാട് വന്നത് ടെഡിന്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കാനായി മാജിക്കിന് കുനിയേണ്ടി വരുന്നത് കൊണ്ടാണെന്ന്. അവൻ അറിയാൻ മേലാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ അവളെ ഇവിടെ നിന്നും പറിച്ചുകൊണ്ടുപോയാൽ അവൾ അതിജീവിക്കില്ല എന്ന്. നിൽക്കൂ, ഞാൻ നിന്നെ പിഴുതെടുക്കട്ടെ. പക്ഷേ 2 കാക്ടസിനും അറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്ന നഗരം ദൂരെ ദൂരെ ആയിരുന്നു. മാജിക് ഒരു സുന്ദരമായ പൂവായിരുന്നു. പക്ഷെ എന്തായാലും അവൾ ഒരു റോസ് അല്ലായിരുന്നോ? അവൾ തീർച്ചയായും അതിജീവിക്കില്ലായിരുന്നു, അതും മരുഭൂമിയിലെ ഈ നീണ്ട യാത്ര. അവർക്കറിയാമായിരുന്നു ഒരു പ്രാവശ്യം പറിച്ചാൽ മാജിക്ക് ജീവിക്കില്ല എന്ന്. കൂടുതൽ ചിന്തിക്കാതെ സഞ്ചാരി പറിക്കാൻ വന്നപ്പോൾ കാക്ടസ് അവനെ പരിക്കേൽപ്പിച്ചു. നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ മണ്ടൻ കാക്ടസുകളെ? ദേഷ്യത്തോടെയും വേദനയോടെയും സഞ്ചാരി മോസിനെ ഇടിച്ചു. പക്ഷെ കാക്ടസ് ആയതിനാൽ അതിനൊരു കുഴപ്പവും ഉണ്ടായില്ല. പകരം മുള്ളുകൾ കൊണ്ട് സഞ്ചാരിക്ക് തന്നെ കൂടുതൽ പരിക്കേറ്റു. ആരാണ് മണ്ടൻ ഇപ്പോൾ? ഹേയ് മനുഷ്യ, അത് കലക്കി മോസി. സഞ്ചാരിക്ക് മോസ് ചിരിക്കുന്നത് കേൾക്കാനാവില്ലായിരുന്നു. പക്ഷെ അവൻ കരുതി അവർ ചിരിക്കുമായിരിക്കുമെന്ന്. ഇതവനെ കൂടുതൽ ദേഷ്യത്തിലാക്കി. അവൻ ടെഡിനെ തൊഴിച്ചു. പക്ഷെ വീണ്ടും ഇതവനെ നിർത്തിയേ നോക്കൂ. സഞ്ചാരി സങ്കടത്തോടെ ഒട്ടകത്തിൽ കയറി അവിടെ നിന്നും പോയി. ടെഡും മോസും 2 പേരും ചിരിക്കാൻ തുടങ്ങി. പക്ഷെ മാജിക് ചിരിച്ചില്ല. നിങ്ങൾ 2 പേർക്കും എങ്ങനെ ധൈര്യം തോന്നി? നിങ്ങൾ എന്തിനാണ് എന്നിൽ അസൂയപ്പെടുന്നത്? അസൂയയോ? മാജിക്, നിനക്ക് കാര്യം മനസ്സിലാകുന്നില്ല. അവൻ നിന്നെ അവന്റെ സ്വന്തം ആവശ്യത്തിനായി അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുക. അവൻ നിന്നെ നോക്കത്തില്ലായിരുന്നു. എനിക്ക് എന്താണ് ശരിയെന്ന് തീരുമാനിക്കാൻ നീ ആരാണ്? നിങ്ങൾ 2 പേരും വിരൂപരായ കാക്ടസുകളാണ്. ഞാനോ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ പൂവും. നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്നെ സുരക്ഷിതമാക്കി ഭംഗിയാക്കി പൂന്തോട്ടത്തിൽ ആൾക്കാർക്ക് കാണാൻ വെക്കണമെന്ന്? മാജിക്, സ്വയം ഇത്രയും അഹങ്കരിക്കരുത്. എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങൾ 2 പേരിലും എന്താണ് ഇത്രയും പ്രത്യേകത? ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വെള്ളം ശേഖരിച്ചു വെക്കും. നിനക്ക് എന്ത് തോന്നുന്നു നീ എങ്ങനെ ജീവിക്കുന്നുവെന്ന്? പക്ഷെ മാജിക് അത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവൾ പഴിചാരിയും 2 കാക്ടസിനെ അപമാനിച്ചുകൊണ്ടിരുന്നു. അവൾ ശപഥം ചെയ്തു ടെഡിന്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കാൻ ഒരിക്കലും കുനിയില്ല എന്ന്. അവളുടെ സുന്ദരമായ കഴുത്തിൽ പരുക്കേൽപ്പിക്കേണ്ടായിരുന്നു. സത്യമായിട്ടും നീ ഒരിക്കലും വെള്ളം കുടിക്കില്ല? ശരി, നമ്മൾ അവൾക്കായി കുറെയൊക്കെ ചെയ്തു കഴിഞ്ഞു. അവളായി അവളുടെ പാടായി. 2 കാക്ടസും സ്വയം തീരുമാനിച്ച് മാജിക്കുമായി മിണ്ടാതെയിരുന്നു. അവൾ എങ്ങനെ അവരുമായി പെരുമാറിയതോർത്തു അവർക്ക് ദേഷ്യം വന്നു. മാജിക് ആദ്യം കുറച്ച് ദിവസം സന്തോഷമായിരുന്നു. അവളുടെ വേരിലെ വെള്ളം അവളെ നോക്കുന്നതിൽ തീർന്നുപോയി. അവൾ 2 കാക്ടസിനെ നോക്കാതെ ഇപ്പോഴും കഴുത്തുയർത്തി നിന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അവൾക്ക് ക്ഷീണം തോന്നി തുടങ്ങി. പക്ഷെ അവൾ നേരെ നിൽക്കാൻ ശ്രമിച്ചു. കാരണം അവൾക്ക് അവളുടെ അവസ്ഥ അവരെ കാണിക്കാതിരിക്കണമായിരുന്നു. അവളുടെ വേരിലെ മുഴുവൻ വെള്ളവും ഉപയോഗിച്ചതുകൊണ്ട് അവളുടെ ഉള്ളിൽ ശക്തിയില്ലാതെ അവൾ തളരാൻ തുടങ്ങി. മാജിക്, നിന്റെ അഹങ്കാരം മതിയാക്ക്. കുറച്ച് വെള്ളം കുടിച്ചോ. അതെ മാജിക്,
കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നീ വീണ്ടും ഏറ്റവും സുന്ദരിയായ പൂവായിരിക്കും. ഇല്ല, ഞാൻ ഒരിക്കലും കുനിയില്ല. ഒരു ദിവസം കൂടി കടന്നുപോയി. മാജിക് ഇപ്പോൾ തറയിൽ വീഴേണ്ട അവസ്ഥയായി. അവൾക്ക് മേലാതായി. അവൾ കരയാൻ തുടങ്ങി. എന്താണ് എനിക്കിത് സംഭവിക്കുന്നത്? കാരണം നിനക്ക് ജീവിക്കാൻ വെള്ളം വേണം. നീ അഹങ്കാരിയായ പൂവാണ്. ദയവായി ഞങ്ങളെ സഹായിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? എനിക്ക് കുനിയുണ്ടായിരുന്നു, പക്ഷെ പ്രകൃതി എന്നെ കൊണ്ട് ചെയ്യിച്ചു. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഞാൻ നിങ്ങളെ രണ്ടുപേരോടും വളരെ മോശമായി പെരുമാറി. ഞാൻ ഇത് തീർച്ചയായും അർഹിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ഒട്ടും സമയം കളയാതെ ടെഡും മോസും മാജിക്കിന്റെ പുറത്ത് വെള്ളമൊഴിക്കാൻ തുടങ്ങി. അത് കുറച്ച് സമയം എടുത്തു, പക്ഷെ മാജിക് വീണ്ടും അവളുടെ കാലിൽ എഴുന്നേറ്റ് നിന്നു. ഓ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കുമോ? നിന്നോട് ഞങ്ങൾ ആദ്യമേ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞു മാജിക്. ആ 3 ചെടികൾ വീണ്ടും സന്തോഷിച്ചു. മാജിക് അവളുടെ തെറ്റ് മനസ്സിലാക്കി. അഹങ്കാരത്തിന് നല്ല വില നൽകേണ്ടി വരും. അഥവാ സ്വയമായി അഹങ്കരിക്കുന്നുവെങ്കിൽ അതിന് നല്ല വില കൊടുക്കാൻ തയ്യാറായിരിക്കണം.